എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലർക്ക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാത്സ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാവുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20-ൻ്റെയും 10-ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ എങ്കിൽ 20-ൻ്റെ എത്ര നോട്ടുകളുണ്ട്? 20 നോട്ടുകൾ എക്സ് എന്ന് വിചാരിക്കുക, 10 നോട്ടുകൾ വൈ എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് ഇനി പറഞ്ഞേക്കണത്? ഈ എക്സും വൈയും കൂടി കൂട്ടിയാൽ എത്ര എണ്ണം വരും എന്നാണ് പറഞ്ഞത്? 7 വരും എന്നാണ് പറഞ്ഞത് അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കണേ? 20-ൻ്റെയും 10-ൻ്റെയും നോട്ടുകൾ എത്ര എണ്ണാണോ അത് 20-ൻ്റെ എക്സ് എണ്ണും 10-ൻ്റെ വൈ എണ്ണും കൂടി കൂട്ടിയാൽ എത്ര രൂപ വരും? 100 രൂപ വരും അല്ലേ? അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കിട്ടി. 20x + 10y = 100 എന്നും x + y = 7 എന്നും. ഇനി നമുക്ക് എന്താ ചോദിക്കുന്നത്? 20-ൻ്റെ അതായത് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? വൈനെ എക്സിലാക്കുക. y = 7 - x എന്ന് കിട്ടും അല്ലേ? ഇതിന്ന് y = 7 - x. അപ്പൊ 20x + 10 × 7 - x = 100. അപ്പൊ എന്താണ്? 20x + 70 - 10x = 100. എക്സിനെ ഇവിടെ തന്നെ നിൽക്കി. 20x - 10x എത്രയാണ്? 10x = 70-നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ -70 ആയി. 100 - 70 എത്രയാണ്? 30. അപ്പൊ x എന്താണ് വരിക? 30/10. അത് എത്രയാണ്? 3. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ 20-ൻ്റെ 3 നോട്ടുകളും വൈ എന്ന് പറയുന്നത് എത്രയാവും? 4 ആവും അല്ലേ? 7 - 3 4. 20-ൻ്റെ നമുക്ക് ശരിയാണോ നോക്കാം. 20-ൻ്റെ എത്ര നോട്ടുകളാണ്? 3 നോട്ടുകളും പിന്നെന്താണ് 10-ൻ്റെ 4 നോട്ടുകളും കൂടിയ 100 കിട്ടുന്നുണ്ടോ നോക്കൂ. 20 × 3 60 പ്ലസ് 10 × 4 40. 60 40 കൂടി കൂട്ടിയ 100 രൂപ. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സന്ദീപ് 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? ഒന്നുമില്ല വെച്ചെങ്കിൽ നമ്മൾ A = P × 1 + R/100 (n) എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. പക്ഷെ അതാവുമ്പോൾ കുറച്ച് നേരം കൂടുതൽ പഠിക്കും. അപ്പൊ ഞാൻ അതിനുള്ള എളുപ്പ വഴിയാണ് പറയുന്നത്. അതായത് 25,000 രൂപയാണ് അല്ലെ? 25,000 രൂപയ്ക്ക് പലിശ നിരക്ക് എത്രയാണ്? 8% പലിശ. അപ്പൊ ആദ്യത്തെ കൊല്ലം എത്ര രൂപ ലഭിക്കും? അതായത് 25 × 250 × 8. അതായത് 0 വരും, 8 5 40, 4 2 16, 4 20. 2000 രൂപയാണ് ആദ്യത്തെ കൊല്ലത്തില് ഏത് കിട്ടുക? പലിശ കിട്ടുക. ഇനി രണ്ടാമത്തെ കൊല്ലത്തിലും ഈ 2000 കിട്ടും. പിന്നെ 2000-ൻ്റെ കൂടെ എത്രയും കൂടി കിട്ടും? 2000-ൻ്റെ 8% കൂടിയും കിട്ടും അല്ലെ? 8/100. അതായത് 2 16 160 രൂപയും കൂടിയും കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ കൊല്ലം 2000 രൂപ പലിശ കിട്ടും. പിന്നത്തെ കൊല്ലം 2000-ൻ്റെ കൂടെ 160 കൂടി കിട്ടും. അപ്പൊ 2160. അപ്പൊ 2 കൊല്ലം കൂടി എത്ര പലിശ കിട്ടും? 2000 + 2000 + 160. അതായത് 4160. ഇനി എത്രയാണ് നിക്ഷേപിച്ച തുക? 25,000. 25,000-ൻ്റെ കൂടെ 4160 കൂടി കൂട്ടിയാൽ എത്രയാവും? 29,160. അപ്പൊ അത്രയും രൂപയാണ് 2 വർഷം കഴിഞ്ഞാൽ കിട്ടുക. ഇപ്പൊ വേഗത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 25,000 × 1 + 8/100 (2) അതായത് 108/100 × 108/100 ഒക്കെ ചെയ്യണം. അപ്പൊ അതിനെക്കാട്ടും എളുപ്പമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 7:4 എന്ന അംശബന്ധത്തിലാണ്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. എന്നാൽ നീളം എത്ര? നീളത്തിന്റെയും വീതിയും, നീളം വീതി അല്ലെ? ഇവര് പറയണത് എന്താണ്? 7:4 എന്നാണ്. ഇനി അടുത്തതിൽ പറയണത് എന്താണ്? നീളം വീതിയേക്കാൾ
വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. വീതി എന്തെന്ന് വിചാരിക്കുക? വീതി എക്സ് എന്ന് വിചാരിച്ചാൽ നീളം എന്താവും? എക്സ് പ്ലസ് 15 ആവും അല്ലേ? അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുക എങ്ങനെയാണ്? 7/4 ഈക്വൽ ടു എക്സ് പ്ലസ് 15/x. അപ്പൊ എന്താണ്? 7x ഈക്വൽ ടു 4x പ്ലസ് 60. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് കൊടുത്താലോ? 7x മൈനസ് 4x എത്രയാണ്? 3x ഈക്വൽ ടു 60. അപ്പൊ എക്സ് എന്താണ് വരിക? 20 അല്ലെ? എക്സ് 20 ആണ് വരിക. എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ എടുത്തത്? വീതിയാണ് എടുത്തത്. അപ്പൊ നീളാണ് ചോദിച്ചേക്കണത്. വീതിയേക്കാൾ 15 കൂടുതലാണ്. അപ്പൊ 20 പ്ലസ് 15 വേണം 35 എന്നുള്ളതാണ് ആൻസർ. പക്ഷെ നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേഗം 20 എന്ന് മാർക്ക് ചെയ്യരുത്. അവര് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കണം. വീതിയല്ല ചോദിച്ചിരിക്കുന്നത്, നീളമാണ്. അപ്പൊ നീളം വീതിയേക്കാൾ 15 കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ 20 പ്ലസ് 15 35. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ACEGIKMOQ. ഇതിൽ നോക്കിയോളൂ. എ കഴിഞ്ഞ ബി ഇല്ല, സി എഴുതി. ഡി ഇല്ല, ഇ എഴുതി. ഇനി ഇതിന്റെ ഇടയിൽ എഫ് ഇല്ല, ജി എഴുതി. എച്ച് ഇല്ല, ഐ എഴുതി. ജെ ഇല്ല, കെ എഴുതി. എം കഴിഞ്ഞ എൻ ഇല്ല, ഒ എഴുതി. പി ഇല്ല, ക്യൂ എഴുതി. അതെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞത് അല്ലെ? പക്ഷെ ഇതില് 6 കഴിഞ്ഞ എസ് ആണ് ഇവിടെ വരേണ്ടത് അല്ലെ? അപ്പൊ അതാണ് വ്യത്യാസമുള്ളത്. അപ്പൊ UWY എന്നുള്ളത് വ്യത്യാസമായിട്ട് ഒറ്റയാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 13/40 ദശാംശ രൂപം. 13/40. 13/40 പകരം ഞാൻ എന്തെഴുതി? 13/4 ഇൻറ്റു 1/10 എന്ന് എഴുതി. 13നെ 4 കൊണ്ട് ഹരിക്കുക എങ്ങനെയാണ്? 13ല് 4 3 12 അല്ലെ? 1 ബാക്കി വരും. അപ്പൊ 10ല് പോയിന്റ് ഇട്ടു. 2 പ്രാവശ്യം 24 8 പിന്നെ 5 3.25 ഇൻറ്റു 1/10. അപ്പൊ എന്താണ്? ഒരു സ്ഥാനം കൂടി ഇങ്ങോട്ട് നീക്കണം. അപ്പൊ 0.325 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടില്ല വെച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 13/40 ചെയ്യണം. അപ്പൊ ആദ്യം പോയിന്റ് വരും, പിന്നെ 130 വരും. അപ്പൊ എന്താണ് വരിക? 130ല് 3 12 120 പിന്നെ 10 വരും, പിന്നെ 100 വരും. അപ്പൊ എന്താണ്? 2 വരും. അപ്പൊ 80 എന്ന് വരും. 20ല് I4 20 എന്ന് വരും. ഇങ്ങനെ ചെയ്താലും മതി. വേഗം ചെയ്യാൻ പറ്റണത് ഏതാണെങ്കിലും നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് 15 സെന്റിമീറ്റർ, ഉയരം 5 സെന്റിമീറ്റർ ആയാൽ വ്യാപ്തം. സമഭുജ ത്രികോണാണ് അല്ലെ? പാദം സമഭുജ ത്രികോണാണ്. അപ്പൊ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എല്ലാ വശങ്ങളും സെയിം ആയിരിക്കും. 3 വശങ്ങളെ ഉണ്ടാവുള്ളൂ, എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ ഏന്ന് പറയണത് നമുക്ക് എന്തെന്ന് കിട്ടും? 5 എന്ന് കിട്ടും അല്ലെ? ഇനി ഉയരം h എന്ന് പറയുന്നത് എന്താന്ന്? 5 എന്ന് തന്നുണ്ട്. ഇനി നമുക്ക് എന്താണ്? വ്യാപ്താണ് കാണേണ്ടത്. സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ വ്യാപ്തം കാണാനുള്ള വാക്യം എന്താണ്? √3/4 a²h ആണ്. അപ്പോൾ √3/4 ഇൻറ്റു എക്ക് a² പറയുമ്പോൾ 5² അതായത് 25 ഇൻറ്റു h എന്ന് പറയുന്നത് 5. 25 5 125. 125 √3/4. അതേതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഇത് വേഗത്തിൽ ചെയ്യാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. 9:30 അല്ലെ? 30 എന്ന് പറയുമ്പോൾ എത്രയിലാവും സൂചി? 6-ലാവും അല്ലെ? ഇത് 9-ലും ആവും. മണിക്കൂർ സൂചി 9 കഴിഞ്ഞിട്ടുള്ളതിലും പിന്നെ 6-ലും ആവും. അപ്പൊ ഇതിന്റെ ഇട എന്ന് പറയുന്നത് എത്ര എണ്ണം വരും? 9 - 6 3 ഇടകളാണ് വരിക. ഒരു ഇട എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. അപ്പൊ അങ്ങനെ 3 30 ഡിഗ്രി അതായത് 90 ഡിഗ്രി. ഇനി എന്താണ്? ഇനി ഇവിടെ മിനിറ്റ് ഉണ്ട് അല്ലെ? മിനിറ്റ് എത്രയാണ്? 30 മിനിറ്റ്. 30 മിനിറ്റിന് എത്ര ഡിഗ്രി വരും?
30/2 ഡിഗ്രി, അതായത് 15 ഡിഗ്രിയാണ് വരിക. ഇനി 9 ആണ് വലുത് അല്ലെ, ഈ ഭാഗത്താണ് വലുത് എങ്കിൽ നിങ്ങൾ ഇത് രണ്ടും കൂടി കൂട്ടണം. ഇവിടെയാണ് വലുത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ 90ഉം 15ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 105 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. വേഗത്തിൽ ചെയ്യാനുള്ള വഴിയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷെ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.125 ഹോൾ ക്യൂബിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.125 സ്ക്വയർ കിട്ടുന്നത്? അപ്പൊ 0.125 സ്ക്വയർ ഇവിടെ തന്നെ വേണം, പിന്നെ ഒരു 0.125 ഉണ്ട്, അതാണ് പോണ്ടത് അല്ലെ. ഇതിനെ എന്ത് എഴുതാം? 125/1000 എന്ന് എഴുതാം അല്ലെ. 125/1000 എന്ന് എഴുതാം. അത് എത്രയാണ്? 125/1000 എന്ന് പറയുന്നത് 25 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. ഇവിടെ 25 എത്ര പ്രാവശ്യം പോവും? 40 പ്രാവശ്യം പോവും. അപ്പൊ ഇവിടെ 8, 1/8 ആണ് ഏതെന്ന് പറയുന്നത്? 0.125 എന്ന് പറയുന്നത്. അപ്പൊ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ എന്ന ഏകീകൃത വേഗതയിൽ നീങ്ങുന്നു. ഏകീകൃത വേഗത എന്ന് പറയുമ്പോൾ അതിന്റെ ശരാശരി വേഗത, അതായത് കിലോമീറ്റർ പെർ അവർ എന്നുള്ള വേഗത 75 കിലോമീറ്റർ പെർ അവർ ആണ്. പിന്നെ എന്താണ്? ആ ട്രെയിൻ 20 മിനിറ്റിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കും? അപ്പൊ നമ്മള് ദൂരം ബൈ വേഗത പറഞ്ഞ സമയം കിട്ടും. അപ്പൊ എന്താണ്? സമയം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ദൂരം ബൈ സമയാണ് വേഗത അല്ലെ. അപ്പൊ ദൂരം കിട്ടണം വെച്ചെങ്കിൽ എന്ത് പറയണം? വേഗത ഇൻറ്റു സമയം. വേഗത ഇൻറ്റു സമയം. അപ്പൊ എന്താണ്? വേഗത എത്രയാണ്? 75 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലെ. സമയം ഇതിൽ എന്തല്ല പറഞ്ഞിരിക്കണേ? മിനിറ്റിലാണ് പറഞ്ഞത്, അത് മണിക്കൂറിലാക്കണം. അതെങ്ങനെയാണ്? 20/60. 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അത് മണിക്കൂറിൽ കിട്ടും. മിനിറ്റിനെ മണിക്കൂർ ആക്കാൻ വേണ്ടി 60 ആണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? ഇവിടെ എന്ത് വരും? 3 വരും അല്ലെ. 75ൽ 3 എത്ര പ്രാവശ്യം പോവും? 3 6, 3 15, 25 അല്ലെ. 25. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സമചതുരത്തിലും വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം? സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും ഒരേപോലെയാണ് അല്ലെ. അപ്പൊ അതിന്റെ ചുറ്റളവ് എന്താണ്? 4a ആണ് അല്ലെ. വശം എന്ന് പറയുന്നത് എന്താണ്? a ആണ്. വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം a/4a, അതായത് 1/4, അതായത് ഡി എന്നുള്ളതാണ് ആൻസർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഓരോ കമന്റും ഓരോ ലൈക്കുമാണ് എനിക്കുള്ള ഊർജം. അപ്പോഴാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്